നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജനുവരി മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. പുതിയൊരു വർഷം തുടങ്ങുകയാണ്. അപ്പോൾ ഈ വർഷത്തിലുള്ള അനുകൂലമായിരിക്കുന്ന അവസ്ഥ എന്താണ്, ആദ്യ മാസത്തിലെ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2-ലായിരുന്ന വ്യാഴം ഇപ്പോൾ ജന്മത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ജന്മരാമ വനേ ദുഃഖം എന്ന് പറയുന്നൊരു യോഗമുള്ള സമയമാണ്. അതായത് ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോയ രീതിയിലാണ് ഒരു കാര്യത്തിലും കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ എങ്ങോട്ട് പോയാൽ അനുകൂലമായിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് കൃത്യമായിട്ട് തീരുമാനിക്കാൻ പറ്റാത്ത ഒരു സമയമായിട്ട് വേണം കണക്കാക്കാനായിട്ട്. അതേപോലെ തന്നെ കണ്ടകശനിയുടെ ഒരു ദോഷമുണ്ട്. 10ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ ഉത്സാഹം വർദ്ധിക്കുകയും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്യുമെങ്കിലും അവസാന സമയത്ത് അതിൻ്റെ ഫലം കിട്ടുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന രീതിയിലൊരു നേട്ടം ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല. അതേപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത്. അപ്പോൾ രാഹു ഭാഗ്യസ്ഥാനത്ത് നിന്നാൽ ഭാഗ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് മുറിവ് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യക്കുറവ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ 17-ാം തീയതി വരെയുള്ള സമയത്ത് ഇതിൽ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ബുധൻ നിവർത്തി സ്ഥാനത്താണ്. അത് കാരണം സ്വയം മുന്നിട്ടിറങ്ങി കാര്യങ്ങളിൽ വിജയിക്കാനുള്ളൊരു യോഗമുണ്ട്. എന്നാലും 15-ാം തീയതി വരെ അവിടെ ചൊവ്വ കൂടിയുണ്ട്. ശത്രു സ്ഥാനാധിപതി ബാധാസ്ഥാനം നിൽക്കുന്നതാണ്. ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് കാര്യതടസ്സം പോലെയുള്ള പ്രശ്നങ്ങൾക്കാണ് യോഗം. അത് മാത്രമല്ല, ഈ ചൊവ്വ അഷ്ടമത്തിലേക്കാണ് മാറുന്നത്. ബുധനും ലഗ്നാധിപതി അഷ്ടമത്തിലേക്ക് മാറും. അപ്പോൾ 15-ാം തീയതി കഴിയുമ്പോൾ ഇത്തിരി ദൈവാധീനക്കുറവെന്ന് മാത്രമല്ല, കാര്യതടസ്സം പോലെയുള്ള കാര്യങ്ങൾ, നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ ദോഷമായിട്ട് വരിക, കുറച്ച് ടെൻഷൻ, അതുപോലെ യാത്രകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നും അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഗുണം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കാരണം ഭാതൃകദശ ശൗര്യം എന്ന് പറയുന്നൊരു യോഗമാണ്. അപ്പോൾ സഹായികൾ ശത്രുക്കളാകുക, സഹായികൾ സഹോദര സ്ഥാനത്തുള്ളവരെയും പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അത് മാത്രമല്ല, ദുരിതഭവനാധിപതിയായിട്ട് 5-ാം ഭാവാധിപതി അഷ്ടമത്തിൽ പോയി നിൽക്കുന്ന കാരണം നല്ല ഉദ്ദേശത്തോടു കൂടിയും ചെയ്യുന്ന കാര്യങ്ങളും ചില സമയത്ത് ദോഷമായി വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സ്ത്രീ സംബന്ധമായിരിക്കുന്ന രീതിയിൽ പേരുദോഷം പോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. കാരണം സഹായ സ്ഥാനാധിപതിയും അഷ്ടമത്തിലാണ് ലഗ്നാധിപതിയോട് ചേർന്നിട്ട്. അപ്പോൾ ചതുർഗ്രഹ യോഗം അഷ്ടമത്തിൽ വരികയും അത് ലഗ്നാധിപതി കൂടി അഷ്ടമത്തിലാകി നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്വയം ചെയ്യുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ അവനവന് ദോഷമായിട്ട് വരിക. അവനവന് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ ദീർഘയാത്രകൾ പോലെയുള്ള 2 വീലർ യാത്ര പോലെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി കുറയ്ക്കേണ്ട ഒരു സമയമാണ്. വളരെ ശ്രദ്ധിച്ച് മാത്രം യാത്ര ചെയ്യേണ്ട ഒരു സമയമാണ്. അത് ഈ മാസം കഴിയുന്നത് വരെ, അല്ലെങ്കിൽ ആ ഗ്രഹങ്ങളുടെയൊക്കെ ഇഷ്ടഭാവസ്ഥിതി വരുന്നവരെ വളരെ ശ്രദ്ധിക്കുകയും നല്ല പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യണം. നല്ല പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ചെയ്യണം, അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം, അതേപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകവും അതേപോലെ തന്നെ ഭാഗ്യസൂക്താർച്ചനയും നെയ്വിളക്കും കഴിപ്പിക്കണം, ഗണപതി ഹോമം കഴിപ്പിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.